അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? കടബാധ്യതകൾ, മാനസിക വിഷമങ്ങൾ, അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന സങ്കടത്തിലാണോ നിങ്ങൾ? എങ്കിൽ ഈ ചെറിയ വീഡിയോ നിങ്ങൾ കാണൂ, തീർച്ചയായും ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. പ്രവാചകർ യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിലെ ഇരുട്ടിൽ കിടന്നപ്പോൾ അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ പതിവായി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 5 അത്ഭുത നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ദുആയിലൂടെ ഒരാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അതിന് ഉത്തരം നൽകും. നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ഈ ദിക്ർ ചൊല്ലുന്നത് ദുആഇന് വേഗത്തിൽ ഉത്തരം കിട്ടാൻ കാരണമാകും. അപ്പോൾ നാം ദുആ ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ ദിക്ർ അല്പം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന നേട്ടം, നമ്മുടെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുമെന്നുള്ളതാണ്. 3 ഇരുട്ടുകളിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടത്. 1 രാത്രിയുടെ ഇരുട്ട്, 2 കടലിന്റെ ഇരുട്ട്, 3 മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്. അത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ മാറ്റാൻ പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഈ ദിക്ർ ചൊല്ലി നാം അള്ളാഹുവിനോട് ചോദിക്കുക, തീർച്ചയായും ഉത്തരം ലഭിക്കും. മൂന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് മനസ്സമാധാനവും ടെൻഷനിൽ നിന്ന് മുക്തിയും നമുക്ക് ലഭിക്കും. അനാവശ്യമായ ഭയം, വിഷാദം, ടെൻഷൻ എന്നിവ അനുഭവിക്കുന്നവർ ഈ ദിക്ർ അധികരിപ്പിക്കുന്നത് വഴി ഹൃദയത്തിന് വലിയ ശാന്തത ലഭിക്കും. അതിലൂടെ നമുക്ക് ഈ പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. നാലാമത്തെ നേട്ടം വലിയ പാപമോചനം ലഭിക്കുമെന്നുള്ളതാണ്. ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് സ്വന്തം തെറ്റ് അള്ളാഹുവിന് മുമ്പിൽ ഏറ്റുപറയുന്ന ഭാഗമാണ് ഈ ദിക്റിലുള്ളത്. ഇത് പാപങ്ങൾ പൊറുപ്പിക്കാൻ ഏറ്റവും മികച്ച ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും കാരണമായി തീരുന്നു. അഞ്ചാമത്തെ നേട്ടമെന്ന് പറയുന്നത് തൗഹീദും തസ്ബീഹും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിക്റിലൂടെ. അള്ളാഹുവിൻ്റെ ഏകത്വം, അവൻ്റെ പരിശുദ്ധിയും ഒരേ സമയം പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ഈ ദിക്ർ. ഇത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കൂടി കാരണമാകുന്ന ദിക്റാണ്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.